നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ജാഗോയിൽ, അതായത് ജാഗോയുടെ ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ജാഗോയുടെ ഈ യൂത്തിൻ്റെ ഈ മീറ്റിങ്ങിലായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്താണ്. വിശുദ്ധ കുമ്പസാരം. ഇവിടെയാണ് പാപങ്ങൾ കഴുകിക്കളയുന്നത്. ഇവിടെയാണ് മനുഷ്യരാശിയുടെ പാപമോചനം വഴി മനുഷ്യരാശിക്ക് രക്ഷ കൊടുത്ത യേശുനാഥൻ്റെ യഥാർത്ഥ സ്നേഹം യുവതി യുവാക്കൾ തിരിച്ചറിയുന്ന സ്ഥലം. ധാരാളം യുവതി യുവാക്കൾ ലൈനായിട്ട് തന്നെ പല സമയത്തായിട്ട്, ഇവിടെ എപ്പോഴും കുമ്പസാരമുണ്ട്, പല സമയത്തായിട്ട് യുവതി യുവാക്കൾ സമയക്രമം അനുസരിച്ച് ഇവിടെ വന്ന് കുമ്പസാരം നടത്തും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് അച്ഛന്മാർ ഇവിടെ ഓൾറെഡി ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരക്കൂട് വളരെ വ്യത്യസ്തമായിരുന്നു. കുമ്പസാരക്കൂട് നൂല് കൊണ്ടുള്ള, അതുപോലെ തന്നെ അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ട് തന്നെ കുമ്പസാരക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പല സമയത്തായിട്ട് ഇടവേള കിട്ടുന്നതനുസരിച്ച്, സാഹചര്യം അനുസരിച്ചൊക്കെ യുവതി യുവാക്കൾ ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അത് ജാഗോയുടെ ഏറ്റവും വലിയ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, കുമ്പസാരം തന്നെ നമ്മുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ 7 കൂദാശകളിൽ ഏറ്റവും വലിയ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്നത്. ആ വിശുദ്ധ കുമ്പസാരം നടത്തിയതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ദൈവത്തോട് പാപങ്ങളേറ്റ് പറയുന്നു, ഈശോയോട് പാപങ്ങളേറ്റ് പറയുന്നു, ഈശോയുടെ സ്നേഹത്താൽ ഈശോയോടുള്ള പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ വളരെ തങ്ങളുടെ പാപങ്ങൾ മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി, ദൈവസ്നേഹത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി ധാരാളം യുവതി യുവാക്കൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. പാപക്കറകൾ കഴുകിക്കളയുന്ന ശുദ്ധീകരണ തടാകമാണ് നമ്മളിവിടെ കാണുന്ന ഈ കുമ്പസാരക്കൂട്.